മുസ്ലിം ലീഗിൽ ആഭ്യന്തര കലഹം രൂക്ഷമാക്കി ബ്ലാക്ക് മെയിലിംഗ് വിവാദം. ഹരിത വിവാദത്തിൽ നടപടി നേരിട്ട MSF നേതാക്കളെ തിരിച്ചെടുത്തത് പാർട്ടിയിലെ മുതിർന്ന നേതാവിനെ ഭീഷണിപ്പെടുത്തിയാണെന്നാണ് ആരോപണം. വിഷയത്തിൽ നേതാക്കൾക്കിടയിലും അഭിപ്രായ ഭിന്നത രൂക്ഷമാണെന്നാണ് വിവരം. മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഏറെ പ്രതിരോധത്തിലും പ്രതിസന്ധിയിലുമാക്കിയ ഒന്നായിരുന്നു ഹരിത വിവാദം. ലീഗിന്റെ സ്ത്രീവിരുദ്ധ നിലപാടടക്കം ചർച്ച ചെയ്യപ്പെട്ട വിവാദത്തിൽ അന്ന് പരസ്യ വിമർശനം ഉന്നയിച്ച ഹരിത നേതൃത്വത്തെയും അവരെ പിന്തുണച്ച MSF നേതാക്കളെയും പാർട്ടി അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി പുറത്താക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർക്കെതിരെയുള്ള നടപടി പിൻവലിച്ച മുസ്ലിം ലീഗ് നേതൃത്വം തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർക്ക് യൂത്ത് ലീഗിലും MSFലും സംസ്ഥാന ദേശീയ കമ്മിറ്റികളിൽ ഭാരവാഹിത്വം നൽകുകയും ചെയ്തു. എന്നാൽ ഇതിന് പിന്നാലെ ലീഗിൽ ആഭ്യന്തര കലഹം രൂക്ഷമാവുകയാണ്. പാർട്ടിയിലേക്ക് മടങ്ങിയെത്തിയവരും ഭാരവാഹിത്വം സ്വീകരിച്ചവരും നേതൃത്വത്തെ ബ്ലാക്ക്മെയിൽ ചെയ്തുവെന്നാണ് പാർട്ടിയുടെ തന്നെ സൈബർ ഗ്രൂപ്പുകളിലെ പ്രചാരണം. പാർട്ടിയിലെ മുതിർന്ന നേതാവിന്റെ സാമ്പത്തിക ഇടപാടുകൾ ചൂണ്ടിക്കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് അച്ചടക്ക നടപടി നേരിട്ടവർ ഭാരവാഹിത്വങ്ങൾ സ്വന്തമാക്കിയതെന്നാണ് പ്രചരിക്കുന്ന ആരോപണം. ഭീഷണിപ്പെടുത്തി കൂട്ടത്തിൽ ഒരാൾ 25 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന പ്രചാരണവും വ്യാപകമാണ്. ബ്ലാക്ക് മെയിലിംഗ് കഥ പാർട്ടി ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ഭീഷണിക്ക് നേതൃത്വം വഴങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം നേതൃത്വത്തിനെതിരെയും വിമർശനം ശക്തമാക്കുന്നുണ്ട്. വിഷയത്തിൽ നേതാക്കൾക്കിടയിലും അഭിപ്രായ ഭിന്നത രൂക്ഷമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.